എവരിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി എച്ച്. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തലയോലപ്പറമ്പിലുള്ള ഫ്ലൈ വീൽസിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽസിന്റെ ആദ്യത്തെ ഷോറൂം. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോറൂം കൂടെ ഉണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്നല്ല, ഇവിടെ മൊത്തത്തില് 150ഓളം വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഷോറൂം ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടാക്സി വണ്ടികളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ തന്നെ ടാക്സി വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ടാക്സി ഓടിക്കുന്ന ആളുകൾക്കും കൂടെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്ടോ, കാരണം നമുക്ക് ഇവിടെ കുറെ 2-3 ടാക്സി പെർമിറ്റിലുള്ള വണ്ടികളും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോണത് ഈ കാണുന്ന എത്തിയോസ് ആണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, കാരണം പറഞ്ഞല്ലോ റോഡ് സൈഡ് ആണ്, എന്ന് പറഞ്ഞാൽ ബസ് റൂട്ട് ആണ്, ഇത് മെയിൻ റോഡാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അത് മാത്രമല്ല പുതിയ ഷോറൂമിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെയാണ്, ഓട്ടത്തിലാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഇത് വരുമ്പോ 2016 മോഡല് ഇത്തിയോസ് GD ആണ്. 1,70,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള ടാക്സി വണ്ടിയാണ്. ഇത്തിയോസിന്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ് വണ്ടിക്ക്. വണ്ടി വില വരുമ്പോഴത്തേനും 5,85,000 രൂപ ചോദിക്കുന്നു. ഇത് നമുക്കൊരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. 50,000 രൂപ നമുക്ക് ഇറക്കാം അല്ലെ? ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? സ്വിഫ്റ്റ് ഡിസയർ ടൂർ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. അതെന്നാല് എനിക്ക് തോന്നുന്നു ഈ ടാക്സി ഓടുന്നവർക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു മോഡലാണ് ടൂർ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? നല്ല വണ്ടിയാ, തട്ടമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ വില വരുമ്പോഴത്തേനും 3,65,000 രൂപ ചോദിക്കുന്നത്. 2015-16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ, 3,00,000 എത്രയാണ് പ്രൈസ്? 3,65,000 രൂപ അല്ലേ? ഒക്കെ നമുക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എത്തിയോസ് തന്നെയാണ്. ഇത് 2018 മോഡല്, 2017 മോഡല് ഇത്തിയോസ് ആണ്. ടാക്സി വണ്ടിയാണ്. ടാക്സി പെർമിറ്റ് പുത്തൻ എടുത്തതേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് എടുത്തേക്കണത്. എടുത്തിട്ട് ഒരു 2 ആഴ്ചക്ക് മേലായിട്ടില്ല. പേപ്പറും കാര്യങ്ങളെല്ലാം കറണ്ട് ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. ഡീസൽ ആണല്ലോ. അതെ, ഡീസൽ വണ്ടിയാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിന്റെ വില വരുമ്പോഴത്തേനും നമുക്ക് 6,85,000 രൂപ വരുന്നുണ്ട്. ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് ഒരു 75,000 ഒക്കെ ഡൗൺ പേയ്മെന്റ്. പിന്നെ KUV 100 ആണ് മഹീന്ദ്രയുടെ. അതെ, ഇതൊക്കെ ഊബർ ഓടിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ ഒരു 26-27 ഒക്കെ കിട്ടും മൈലേജ്. എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാ. 2,75,000 രൂപ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമ്മൾ നേരത്തെ സെലേറിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെലേറിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ഫിനാൻസിൽ കയറുന്ന വണ്ടിയാണ് കേട്ടോ KUV. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത നമ്മള് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾട്ടോ ആണ്. എങ്ങനെയാണ് ഈ ആൾട്ടോന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2016 മോഡല് പെട്രോൾ ആൾട്ടോ ആണ്. LXI വേരിയന്റ് ആണ്. വില വരുമ്പോഴത്തേനും നമുക്ക് 2,75,000 രൂപ. 2,75,000 ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ്. 2016 2,75,000 ഇല്ല, 2,55,000 വില കുറഞ്ഞിട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഗ്രേ കളർ ആൾട്ടോ നമുക്കൊരു 3 കിടപ്പുണ്ട്. 16, 17, 18 കിടപ്പുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, അത് സീനില്ല, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫാമിലി വണ്ടിയൊക്കെ എടുക്കണം, ഒരു കുഞ്ഞു വണ്ടിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ഏകദേശം അഡ്വാൻസ് ഓക്കെ, കുഴപ്പമില്ല. എന്നാ പിന്നെ നമുക്ക് I20 തുടങ്ങാം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണത്. I20 എങ്ങനെയാണ്? 2019 മോഡൽ I20 ആണ്. 19 മോഡല് സ്പോർട്സ് വേരിയന്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി വില വരുമ്പോഴത്തേനും നമുക്ക് 5,85,000 രൂപയാണ്. ഒരു 5.5 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാല് 2019 വണ്ടി അല്ലേ? അധികം ഓടിയിട്ടില്ല, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടത്. ഡോറ് ഓപ്പൺ അല്ല, സോറി, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. ഇന്നോവയോട് നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹമാണ്. അതാണ് ഇന്നോവ കാണുമ്പോ തന്നെ അത് നമ്മൾ എടുത്ത് പറയുന്നേട്ടാ. KL5 രജിസ്ട്രേഷൻ, കോട്ടയം വണ്ടിയാണ്. എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ വണ്ടിയാണ്. നമ്മുടെ താഴത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം കേരള വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളെല്ലാം 1.80 ഓടിയേക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്, തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. തട്ടമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ വണ്ടിയിലും ചെയ്യണ പോലെ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
വണ്ടി വില വരുമ്പോഴത്തേനും നമുക്ക് 7,4. 7,4 അല്ലേ? ഇത് 2012 12. സെയിം ആ മോഡൽ തന്നെയല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഒരു 50,000 രൂപ കണ്ട നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ. അടുത്തതേ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ടാക്സി പെർമിറ്റില് വരുന്ന ഒരു എർട്ടിഗയും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോ? 2016 മോഡല് എർട്ടിഗ ടാക്സി, സിംഗിൾ യൂസ് വണ്ടിയാണ്. 1,35,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ക്ഷമിക്കണം. അതെന്തായാലും നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഷോറൂമിന്റെ അപ്പുറത്തെ ഇതായിട്ട് എല്ലാരും ഓരോരോ തിരക്കില്ല, അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ 23-ാം തീയതിയോടുകൂടി എല്ലാം വരുന്ന മൺഡേ ആണ്. ഈ പറഞ്ഞ പരിപാടി. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അന്ന് ഒരു ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, കാരണം തിരക്കായതുകൊണ്ടാണ് കേട്ടോ. 6,4 ഏകദേശം ഫുൾ ഫിനാൻസ് കിട്ടും. ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നമ്മൾ എടുക്കണം, കാരണം അതിന് മാത്രം വണ്ടികളുണ്ട് ഇവിടെ, അതുകൊണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ടൊരു വാഗനർ അല്ല, നമുക്ക് ഈ എർട്ടിഗ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വാഗനറിലേക്ക് പോകാം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2016 മോഡൽ എർട്ടിഗയാണ്. ഇതും വരുമ്പോഴത്തേനും വേരിയന്റ് ആണ്, ഡീസലാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വണ്ടി വില വരുമ്പോ നമുക്ക് ഒരു 6,40 6,40 താഴെ അല്ലേ? ഡീസൽ വണ്ടിക്ക് എപ്പോഴും ചെറിയൊരു മാർക്കറ്റിൽ വില കൂടുതലാണ്. പ്രത്യേകിച്ച് എർട്ടിഗയൊക്കെ വരുമ്പോ വില കൂടുതലാ. നമുക്ക് മാന്യമായി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം. ഇതിപ്പോ ഉണ്ടല്ലോ, നമ്മൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് നേരത്തെ ഒരു വണ്ടിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ തന്നെ നമ്മൾ ടാക്സി പെർമിറ്റിലേക്ക് ആക്കി അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രൈവറ്റ് വണ്ടി നമുക്ക് ഡീസൽ വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് ടാക്സി ആക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. കാരണം നമ്മുടെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് ഷോറൂമിൽ നിന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് വാഗനർ പരിചയപ്പെടുത്താം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2018 മോഡല് വാഗണർ ആണ്. 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വില വരുമ്പോഴത്തേനും നമുക്ക് 3,95 രൂപ. 3,95 അല്ലേ? ഓക്കെ. 2018 മോഡൽ. ഒരു 30 രൂപ 40 രൂപ വണ്ടി ഇറക്കാം. ഓക്കെ ഓക്കെ. എല്ലാം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കുക, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി നമ്മള് ഏത് വണ്ടി പരിചയപ്പെടുത്താം? കുറെ വണ്ടി ഉണ്ട്, എനിക്ക് കൺഫ്യൂഷൻ ആണ് ഏതാണ് പരിചയപ്പെടുത്തേണ്ടതെന്നുള്ള. ഓക്കെ, നമുക്കന്ന് ഈ ഒരു ഇത് 800 പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആ വാഗനർ പരിചയപ്പെടുത്താം. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2005 മോഡൽ 800 ആണ്. 2005 800ന്റെ വില എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 45 രൂപയ്ക്ക് കൊടുക്കാം. 45 അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് 45,000 രൂപയെ നമ്മൾ ഇതിന് ചോദിക്കുന്നുള്ളൂ. ഓടിച്ചു പഠിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓടിച്ചു പഠിക്കാൻ മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. അത് മെയിന്റനൻസ് ഒന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആ വാഗനറിന്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞോ. ന്യൂ ഷേപ്പ് പറഞ്ഞോ. ഇത് 2022 മോഡല് വാഗണർ ആണ്. VXI വേരിയന്റ് ആണ്. ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് 4 ലക്ഷം രൂപ ബഡ്ജറ്റ്. 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഫുൾ ഫിനാൻസ് കിട്ടുകയും ചെയ്യും. ഓക്കെ. 2022 ആണ്. വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നിസ്സാരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ പുതിയ വണ്ടി എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ വണ്ടിക്ക് കുറച്ച് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത വർഷം മുതൽ ഞങ്ങൾക്കാണ് ഡിമാൻഡ്. യൂസ്ഡ് കാസിനും അതുപോലെ തന്നെ യൂസ്ഡ് ബൈക്കിനൊക്കെ ആയിരിക്കും ഡിമാൻഡ് കൂടുതൽ. കാരണം വണ്ടിയുടെ വില 3% മുതൽ 4% വരെ ഉയരാൻ പോവാണ് അടുത്ത വർഷം മുതൽ. അപ്പൊ എടുക്കാനുള്ളവരൊക്കെ ഇപ്പൊ എടുത്തോ, കുഴപ്പമില്ല. അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു തിരുത്തുണ്ട്, വേറൊന്നുമല്ല. ഈ വണ്ടി ഓടിയിരിക്കുന്നത് 85,000 ആണ്. കാരണം ഈ സെയിം വണ്ടി തന്നെ, സെയിം കളറും സെയിം വണ്ടി തന്നെ അപ്പുറത്ത് താഴത്തെ തറവാട് ഷോറൂമിൽ കിടക്കുന്നുണ്ട്. അതാണ് 18,000 ഓടിയേക്കുന്നത് കേട്ടോ. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നതെന്ന് തിരുത്തിയതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ്? 2013 മോഡല് സ്വിഫ്റ്റ് LD വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വണ്ടി. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 68,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 65,000. 65,000. ഇത് വരുമ്പോഴത്തേനും 4,40,000 രൂപയാണ് ചോദിക്കുന്നത്. 4,16 മോഡൽ. 2016 മോഡൽ 4,40,000. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഫുൾ ഫിനാൻസില് ഇറങ്ങൂലേ? ഫിനാൻസ് കിട്ടാൻ ഇച്ചിരി പാടാണ്, കാരണം സ്വിഫ്റ്റിനൊക്കെ ഒരു 40-50 രൂപ അടക്കണം. എപ്പോഴും കുറച്ച് വാല്യുവേഷൻ കൂടുതലായിരിക്കും അല്ലേ അവർ? ഓക്കെ. മാരുതി സുസുക്കിയുടെ വണ്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണ്. അത് എല്ലാരും ഒന്ന് മൈൻഡിൽ വെച്ചോളാം. എപ്പോഴും ഒരു 50,000 60,000 ഒക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ടൊക്കെ ആയിരിക്കും ചില വണ്ടികൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്തത്
വാഗനാർ ആണ്. വാഗനാർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഇത് വരുമ്പോ 2011 മോഡൽ വണ്ടിയാണ്. ആ. വണ്ടി വില വരുമ്പത്തിന് 2.45 ചോദിക്കുന്നത്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. കാരണം എന്താണെന്നറിയോ, 2011 ആണെങ്കിൽ പോലും അതിന്റെ ആ ഒരു കാലപ്പഴക്ക ഒരു ഫീല് തോന്നുന്നില്ല. കാരണം അത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്നു. കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ട് വണ്ടി. എത്രയാണ്? 2.40 ഇനി നമ്മൾ ചോദിക്കുന്നത്. ഫിനാൻസ് ഒരു 40 രൂപ 50 രൂപ ഒക്കെ ഇറക്കാം. ഞാൻ പറയില്ല, മാരുതിയുടെ വണ്ടികളിൽ ചില വണ്ടികളിൽ വാഗണർ, സ്വിഫ്റ്റ് പോലുള്ള വണ്ടികൾക്ക് ഡൗൺ പേയ്മെന്റ് നമുക്കില്ല. ഇതിപ്പോ 2011 വണ്ടിയല്ലേ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫിനാൻസ് ഇടാം. കാരണം നോർമലി നമുക്ക് 2015 ഇയർ കുറവായിരിക്കും എന്നുള്ളൂ, ഒരു 3 വർഷം മാക്സിമം കിട്ടത്തുള്ളൂ ലോൺ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് ഈ സ്വിഫ്റ്റിന്റെ? ഇത് 2012 മോഡൽ വണ്ടിയാണ്. 2012 മോഡൽ ഡീസൽ, LDI, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഇച്ചിരി ഓടിയിട്ടുണ്ട്, ഒരു 1.5 ഓടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം. 1.5 ഓടിയേക്കണോണ്ട് നമുക്ക് ഒരു 2.95 കൊടുക്കാം. ഓക്കെ, ഫൈനൽ റേറ്റ്. ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡാറ്റ്സൺ റെഡിഗോ ആണ്. എങ്ങനെയാണ് ഇതിന്റെ? ഇത് 2016 മോഡല് ഡാറ്റ്സൺ റെഡിഗോ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വില വരുമ്പോഴത്തേനും 1.85 ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടി. 1.85 അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബൈക്ക് എടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് ഒരു കാർ എടുക്കാം. 1.85 2018 മോഡൽ. അപ്പൊ എന്തായാലും ഒരു 6 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അത്രയും പഴക്കമുള്ളൂ വണ്ടിക്ക്. 4 പേർക്കാണെന്നുണ്ടെങ്കിൽ 5 പേർക്കാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മാരുതി സുസുക്കിയുടെ ഒരുപാട് വണ്ടി ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 14 മോഡൽ വണ്ടിയാണ്. VXI വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4.40 ചോദിക്കുന്നത്. എന്തെങ്കിലും മാന്യമായി അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇതൊരു കസ്റ്റമർ കൊണ്ടിട്ടേക്കുന്ന വണ്ടിയാണ്. കാരണം നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാ. കൊടുത്തിട്ട് ആള് പുറത്തു പോയോണ്ട് പുറത്തു പോയേക്കണോണ്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഇത് കസ്റ്റമറുടെ പ്രൈസ് ആണ് ഇപ്പൊ പറഞ്ഞത്. കസ്റ്റമർ പ്രൈസാ, കുഴപ്പമില്ല. നമുക്ക് മാന്യമായി കസ്റ്റമറായിട്ട് സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തത് ഒരു സ്വിഫ്റ്റും കൂടെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ VDI വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. നമുക്ക് 4,25,000 രൂപ കൊടുക്കാം. തട്ടമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. ഓക്കെ. പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത്? 4.25 അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഒരു എർട്ടിക കിടക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വെക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് ഡീസൽ വണ്ടിയാണ്. എർട്ടിക എപ്പോഴും ഡീസൽ വണ്ടി എടുക്കണായിരിക്കും നല്ലത്. പെട്രോൾ ആണെങ്കിൽ മൈലേജ് ഇല്ല. ഇത് 2016 മോഡൽ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. തട്ടമുട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വില വരുമ്പോഴത്തേന് 6.5 ചോദിക്കുന്നത്. 6.5 അല്ലേ? ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ഒന്നും കിട്ടില്ലല്ലോ. ഫുൾ ഫിനാൻസ് 50,000 ഒരു 50 രൂപ 60 രൂപ നമുക്ക് ഇറക്കി. ഓക്കെ ഓക്കെ. അടുത്ത നമുക്ക് ഇവിടെ 2 i20 അടക്കുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ആദ്യം എന്ന് പറയോ? എത്ര ഡൗൺ പേയ്മെന്റ്? ഫുൾ ഫിനാൻസിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഡൗൺ പേയ്മെന്റ് ഇല്ല. ഫുൾ ഫിനാൻസിൽ 1 രൂപ പോലും അടക്കാതെ നിങ്ങൾക്ക് വണ്ടി എടുത്തോണ്ട് പോകാം. ഇത് മോഡൽ ഏതൊക്കെയാണ് രണ്ടും? ഇത് 2014, 2017 മോഡല്. ഓക്കെ. പ്രൈസ് ഒക്കെ? ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 4.25 കൊടുക്കാം. ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 5.25 5.25. ഓക്കെ. KL70 മൂവാറ്റുപുഴ വണ്ടിയാണിത്. വൈറ്റ് കളറ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ പറയാം. നമ്മളുടെ ഫ്ലൈ വീൽസിന്റെ 3ാമത്തെ ഷോറൂം ഈ വരുന്ന ഡിസംബർ 23-ാം തീയതി ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അന്നേ ദിവസം വണ്ടികൾ ബുക്ക് ചെയ്യുന്നവർക്ക് നമുക്കൊരു ഗോൾഡ് കോയിനും അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ ഓഫർ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫിനാൻസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 50,000 രൂപ 60,000 രൂപ ഡൗൺ പേയ്മെന്റിൽ അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ വണ്ടികളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫ്ലൈ വീൽസിന്റെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.